അങ്ങനെ കാത്തിരിപ്പിനെ വിരാമിട്ടുകൊണ്ട് ആ ഒരു ദിവസം വന്നെത്തിയിരിക്കണം. അതെ, ആറ്റേലമ്മയുടെ പൊങ്കാല. ഞാനും അമ്മയും അച്ചുകുട്ടിയും രാവിലെ 5 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. വെളുപ്പിനെ ഇറങ്ങി തിരിച്ചാൽ മാത്രമേ നമുക്ക് പൊങ്കാല സ്ഥലത്ത് എത്തി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഓട്ടോയിൽ നമ്മുടെ പൊങ്കാല സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വഴിയരികിൽ ഒരുപാട് പൊങ്കാല അടുപ്പുകളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷവും ഒരു വല്ലാത്തൊരു മനസ്സിനൊരു കുളിർമയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പൊങ്കാല സ്ഥലത്തെത്തി സാധനങ്ങളെല്ലാം നമ്മൾ എടുത്ത് വച്ചു. അതിനുശേഷം പൊങ്കാല അടുപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അമ്മ ചെയ്ത് കേട്ടോ. അത് എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ തൊട്ടടുത്തുള്ളൊരു ശിവക്ഷേത്രത്തിൽ പോയി അവിടെ പോയി ഭഗവാന്റെ അനുവാദങ്ങളും കാര്യങ്ങളെല്ലാം നമ്മൾ ചോദിച്ചിട്ട് വന്നു കേട്ടോ. കറക്റ്റ് ഒരു 9:30 ആയപ്പോൾ തന്നെ പൊങ്കാല അടുപ്പിൽ തീ കത്തിച്ചിട്ടു. പിന്നെ ഈ വർഷത്തെ പൊങ്കാല ഞാൻ ഇടുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷം എൻ്റെ ഉള്ളിനുള്ളിലുണ്ട്. കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു കുഞ്ഞ് അതിഥി വരുന്നുണ്ട് കേട്ടോ. അപ്പം ആ ഒരു കാര്യം കൂടെ മനസ്സിൽ വച്ചിട്ടാണ് കേട്ടോ ഞാൻ പൊങ്കാല അടുപ്പിൽ തീ ഇങ്ങനെ വെച്ചത്. ശരിക്കും പറഞ്ഞാൽ ഒരു വികാര നിമിഷത്തിൽ കൂടിയാണ് കേട്ടോ ഞാൻ കടന്നു പോയത്. കാരണം അടുത്ത വർഷം പൊങ്കാലയ്ക്ക് വരുമ്പോഴത്തേക്ക് ഒരു കുഞ്ഞു വാവ കയ്യിലിരിക്കുമല്ലോ എന്നുള്ളൊരു സന്തോഷമാണ്. ഈ വർഷത്തെ പൊങ്കാലയ്ക്ക് ഞാൻ പാൽപ്പായസമാണ് ഇട്ടത്, അമ്മ ശർക്കര പായസം. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു. കറക്റ്റ് ഒരു 2:30-2:45 തന്നെ നേദിക്കാൻ വന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 3-4 മണിക്കകത്ത് വെച്ചിട്ട് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. അപ്പം ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ബായ്.